നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് രക്ഷയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് അനുമതിയില്ല എന്നത് വാസ്തവം. എന്തേ നോ അടിച്ചു കൊടുക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി എന്നാണ് പറയാൻ സാധിക്കുക. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന വിദേശ സന്ദർശനമാണ് പിണറായിയും സംഘവും പദ്ധതി ഇട്ടിരുന്നത്. അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള കത്ത് സംസ്ഥാന സർക്കാരിന് വിദേശകാര്യ മന്ത്രാലയം കൈമാറുകയുണ്ടായി. ഒക്ടോബർ 16 വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും യാത്ര തുടങ്ങാനിരിക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഒരു വിദേശ യാത്രയ്ക്ക് നോ അടിച്ച് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. അതായത് ഇത് അയ്യപ്പന്റെ കളി തന്നെയാണ്. കാരണം അയ്യപ്പൻ കളിച്ചിരിക്കുന്നു. ഇത്രയും കട്ടുമുടിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത കുറെ MLA-മാരെ ഇവിടെ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ പോയി സുഖിക്കാമെന്ന് കരുതണ്ട. അങ്ങനെ സുഖിക്കാനുള്ള സമയമല്ല ഇത്. കൃത്യമായി ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ എങ്ങോട്ടാണ് ഈ ഒളിച്ചോടുന്നത് എന്ന ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ യാത്രയ്ക്ക് ഒരു ആണി അടിച്ചതുപോലെയുള്ള ഈ നീക്കങ്ങൾ നടക്കാനുള്ള കാരണം. അയ്യപ്പന്റെ കളി തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസം കൊണ്ടാണ് 4ഓളം കേന്ദ്രമന്ത്രിമാരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാൻ പോകുന്നത്. നിർമ്മല സീതാരാമൻ, അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി, അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ അനവധി ആളുകളെ, ആരോഗ്യമന്ത്രി തുടങ്ങിയവരെ എല്ലാവരെയും പോയി കാണുകയും ഒക്കെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് പ്രധാനമന്ത്രിയെയും കാണാനായി ഇരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു തിരിച്ചടി മുഖ്യമന്ത്രി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി യാത്രക്കിടയിൽ ഇവിടെ നിയമസഭയിൽ കലുഷിതമായ വാഗ്വാദങ്ങൾ നടക്കുകയാണ്, പ്രതിഷേധങ്ങൾ നടക്കുകയാണ്, പ്രതിപക്ഷം നിയമസഭയിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഘട്ടത്തിലെല്ലാം MLA-മാരെയൊക്കെ തന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും മിണ്ടാതെ പോയിരിക്കുന്നത്. അങ്ങനെ എല്ലാം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ചിരിച്ചു തള്ളാനോ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാനോ അവഗണിക്കുവാനോ മുഖ്യമന്ത്രി കഴിയില്ല. കാരണം ഈ ഒരു വിഷയത്തിൽ സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന അയ്യപ്പന്റെ ഭക്തർമാർ നൽകിയിട്ടുള്ള സ്വർണം എവിടേക്ക് പോയി, നിങ്ങൾ ആരുടെ അണ്ണാക്കിൽ കൊണ്ട് തിരികെ കൊടുത്തു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അത്രയും ദയനീയ അവസ്ഥയിലേക്ക്, അത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടു ചെല്ലാനുള്ള കാരണം നിങ്ങൾ ഒരൊറ്റൊരാളാണ് എന്നാണ് പലരും പറയുന്നത്. അതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി ഇവർ നൽകിയേ പറ്റൂ, കൃത്യമായ മറുപടി കിട്ടിയേ പറ്റൂ എന്നാണ് വ്യക്തമാകുന്നത്. ആ മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരളം വിട്ട് ഒരിടത്തേക്കും പോകാൻ തൽക്കാലം ഞങ്ങൾ പോകാനുള്ള അനുമതി തരുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് അയ്യപ്പൻ വഴി കളിച്ചിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം വഴി അയ്യപ്പന്റെ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഇവിടെ പോയിട്ട് വരുമ്പോൾ, ദുബായ് പര്യടനം കഴിഞ്ഞ് പോയിട്ട് വരുമ്പോൾ തൽക്കാലം ഈ വാഗ്വാദങ്ങളും ഈ വിമർശനങ്ങളും ഈ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ കെട്ടടങ്ങുമെന്ന് വിചാരിച്ചെന്ന മുഖ്യമന്ത്രിയുടെ തലക്കിട്ട് അടിയിട്ടതേ പോലെയാണ് ഇപ്പോഴിതാ വമ്പൻ നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈത്ത്, അബുദാബി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നായിരുന്നു അറിയിപ്പ്. മന്ത്രി സജീവ് ചെറിയാനും സംഘത്തിൽ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം എന്നതാണ് വിവരം. മലയാളം മിഷന്റെ ആഭിമുഖ്യത്തിൽ റിയാദ്, ദമാം, ജിദ്ദ മേഖലകളിൽ നടക്കുന്ന മലയാളോത്സവം പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. 17-ന് ദമാമിലും 18-ന് ജിദ്ദയിലും 19-ന് റിയാദിലുമായിരുന്നു പരിപാടികൾ ഉണ്ടായിരുന്നത്. 3 നഗരങ്ങളിലും പരിപാടിയുടെ വിജയത്തിനായി പൊതുസമൂഹത്തെ ഉൾപ്പെടുത്തി വിപുലമായ സംഘാടക സമിതി രൂപവൽക്കരിക്കുമെന്ന് സൗദിയിലെ മലയാള മിഷൻ ഭാരവാഹികൾ പറഞ്ഞിരുന്നു. 2023 ഒക്ടോബറിൽ സൗദി അറേബ്യയിൽ വെച്ച് ലോക കേരള സഭയുടെ പ്രാദേശിക സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര റദ്ദാക്കിയിരുന്നു. ഇതിന് സമാനമായാണ് വീണ്ടും അനുമതി നിഷേധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്, എവിടെ നിങ്ങളുടെ മന്ത്രി, എവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി, എവിടെ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. അദ്ദേഹം ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, കൃത്യമായ ഓരോ വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ ബാലഗോപാൽ ഉണ്ടായിരുന്നു, ഒപ്പം മരുമകനും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള റിയാസ് ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും വീട്ടിലിരുത്തിയിട്ടാണ്, ഇവരെ രണ്ടുപേരെയും ഓഫീസിൽ കേരള ഹൗസിൽ ഇരുത്തിയിട്ടാണ് ഒറ്റയ്ക്ക് പോയി അമിത്ഷായെ കണ്ടത്. എന്നിട്ടും വലിയ കാര്യമുണ്ടായിട്ടില്ല എന്ന് വ്യക്തം. അമിത്ഷായുടെ വസതിയിൽ മുമ്പൊന്നും ഇല്ലാത്ത പോലെയാണ് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. പക്ഷേ എത്ര കണ്ടു പറഞ്ഞിട്ടോ, എത്ര നേരിട്ട് കരഞ്ഞു പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല എന്ന് ബോധ്യമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് ഈ മാസം 14 തുടക്കമാവുമെന്നായിരുന്നു അറിയിപ്പ്. ബഹ്റൈനിലാണ് ആദ്യ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത്.
പ്രവാസികൾക്കായി നിരവധി പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി പരിഗണിച്ചിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഒരുമിച്ച് സന്ദർശനം നടത്താൻ പദ്ധതിയിട്ടത്. ഈ മാസം 16-ന് ബഹ്റൈൻ സന്ദർശനത്തോടെയാകും മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് തുടക്കം കുറിക്കുക എന്നായിരുന്നു അറിയിപ്പ്. രാവിലെ എത്തുന്ന മുഖ്യമന്ത്രിക്ക് വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. രാത്രി 8 മണിക്കാണ് ബഹ്റൈനിലെ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത്. 17 മുതൽ 19 വരെ 3 ദിവസമായിരുന്നു സൗദി അറേബ്യയിലെ പര്യടനം. മലയാള ഭാഷാ പഠനത്തിനും പ്രചാരണത്തിനുമായി കേരള സർക്കാർ ആഗോളതലത്തിൽ സജ്ജമാക്കിയിട്ടുള്ള മലയാളം മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മലയാളോത്സവം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. 17-ന് ദമാമിലും 18-ന് ജിദ്ദയിലും 19-ന് റിയാദിലുമായിരുന്നു പരിപാടി. 24-25 തീയതികളിലാണ് ഒമാനിലെ സന്ദർശനം നടക്കാനിരുന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ വെറുതെ തിളച്ച സാമ്പാറായി മാറിയിരിക്കുകയാണ്. നവംബർ 9-ന് UAE തലസ്ഥാനമായ അബുദാബിയിൽ നടക്കുന്ന പരിപാടിയോടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന് സമാപനം ഉണ്ടാകുമായിരുന്നു എന്നാണ് അറിയുന്നത്. ഈ സമാപനം എല്ലാം കഴിഞ്ഞ് നവംബറിൽ പതിയെ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാ പ്രതിഷേധങ്ങളും എന്ത് അയ്യപ്പൻ എന്ത് സ്വർണ്ണപ്പാളി എന്നൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്നാണ് ആശാൻ വിചാരിച്ചത്. പക്ഷേ ആശാന്റെ ചിന്ത അങ്ങ് 8 നിലയിൽ പൊട്ടിപ്പോയി എന്നതിന്റെ ഖേദം ഏതായാലും അത് ആ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കേന്ദ്രത്തിൽ നിന്നും ഇത്തരം ഒരു നീക്കം ഉണ്ടാകുമെന്നോ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം പ്രത്യേകം എല്ലാ കേന്ദ്രമന്ത്രിമാരെയും പോയി കണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇടിവെട്ട് ഏൽക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്തായാലും തൽക്കാലം പോകുന്നില്ല. പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം, അത് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ ആരും ഈ കേരളം വിട്ടു പോകേണ്ടതില്ല എന്ന മട്ടിൽ തന്നെയാണ് അയ്യപ്പന്റെ കളി നടത്തിയിരിക്കുന്നത്. കളിച്ച് അയ്യപ്പന്റെ തലയിൽ കയറി കളിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യമാണ് ഉയർന്നത്. എന്തായാലും ആ യാത്ര ഏതായാലും പട്ടിചന്തയ്ക്ക് പോയതുപോലെ ഉള്ള യാത്രയ്ക്കല്ലായിരുന്നോ ഒരുങ്ങിയിരുന്നത്. എന്തായാലും ആ യാത്ര തൽക്കാലം നടക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞു വെക്കുന്നത്.